ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. 14ാമത്തെ ആഴ്ച അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരാഴ്ചത്തെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ട. നമ്മുടെ മാരത്തോൺ ടാസ്ക് ഒക്കെ കൊണ്ടുവന്ന് ടോപ്പ് 8 വേഴ്സസ് ചലഞ്ചിങ് 8 ആ ഒരു തീമൊക്കെ കൊണ്ടുവന്ന് ഈ ഒരാഴ്ച എങ്ങനെയൊക്കെയോ ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതിനകത്തൊരു മിഡ് വീക്ക് എവിഷനൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പം മണി ബോക്സും കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ ഒരാഴ്ച പുറത്തേക്ക് ആര് എന്നതിനെ കുറിച്ചൊക്കെ പ്രേക്ഷകരൊക്കെ ഇപ്പം ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കാരണം ഈ ഒരു ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ വളരെ ടൈറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ടൈറ്റ് ആണ്. വളരെ ചെറിയ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ 3, 4, 5, 6, 7, 8 സ്ഥാനത്തൊക്കെ നിൽക്കുന്നവരുടെ ഒരവസ്ഥ. ആദ്യം 1-2 സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ നല്ലൊരു ലീഡിംഗ് ആയിട്ടുള്ള വോട്ട് കാണാനുള്ളൂ. ബാക്കി എല്ലാവരും നല്ല രീതിയിലുള്ള എന്താ പറയുക ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരാഴ്ച പുറത്തേക്ക് ആരെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഹോട്ട് സീറ്റിൽ ആരായിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിലവിൽ സൗന്ദര്യ അതുപോലെ തന്നെ മുത്തു ലീഡിങ് അൺഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. നല്ല രീതിയിലുള്ള വോട്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. മുത്തുവിന് PR വർക്കും അതുപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള വോട്ടുകൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള PR വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികളും അതുപോലെ തന്നെ കന്നഡ, തെലുങ്കു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്താണ് സൗന്ദര്യക്ക് വോട്ട് പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഡിസർവ്ഡ് ആയിട്ടുള്ളവർ തന്നെ വിന്നാവട്ടെ. അതോടൊപ്പം ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരാഴ്ച തുടങ്ങുമ്പം ജാക്വലിൻ, ദീപക് ഒക്കെ നല്ല ഒരു വോട്ടിംഗ് ലീഡിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരാഴ്ച അവസാന സമയത്തേക്ക് വന്നു കഴിയുമ്പോൾ ജാക്വലിൻ, ദീപക് ഒക്കെ പുറകിലേക്കാണ് വരുന്നത്. വിശാൽ നല്ലൊരു വോട്ടോടുകൂടി ലീഡിങ്ങിലേക്ക് വരുന്നുണ്ട്. അരുൺ നല്ലൊരു വോട്ടിലേക്ക് ലീഡിങ്ങിലേക്ക് വരുന്നുണ്ട്. പവിത്ര മാത്രമാണ് പിന്നെ വോട്ടിങ്ങിൽ വളരെ കുറച്ച് പിറകിൽ നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരാഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ മിക്കവാറും പവിത്രയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഹോട്ട് സീറ്റിൽ തന്നെ എന്ന് തന്നെ പറയാം. നല്ലൊരു എന്താ പറയുന്നത് 100% ഡേഞ്ചർ സോണിൽ തന്നെയാണ് പവിത്രയുടെ നിലവിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ റയാന്റെ കാര്യം ഓൾറെഡി ഫിനാലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു. TTF വിന്നറാണ്. അപ്പൊ റയാനെ നമുക്ക് ഈ ഒരു 8 പേരിൽ കൂട്ടേണ്ട കാര്യമില്ല. ബാക്കിയുള്ള 7 പേരുടെ ഒരു അവസ്ഥ മാത്രം നിലവിൽ നമുക്ക് നോക്കിയാൽ മതി. 7 പേരിൽ ദീപക്, മുത്തു അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ 5 പേരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ ഒരു 5 പേരും ശരിക്കും ഹോട്ട് സീറ്റിൽ തന്നെ എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ ജാക്വലിൻ, വിശാൽ ഇവരാണ് ചെറിയൊരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ 3, 4 സ്ഥാനത്ത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൺഒഫീഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഒഫീഷ്യലിൽ നമുക്ക് ചെറിയ രീതിയിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇവർ രണ്ടുപേരുമാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ. ബാക്കിയുള്ള 3 പേരിൽ ദീപക് അതുപോലെ തന്നെ അരുൺ, പവിത്ര ഈ 3 പേരാണ് പക്ക ഡേഞ്ചർ സോണിൽ എന്ന് തന്നെ നമുക്ക് പറയാവുന്നത്. ഇതിൽ 2 പേരെ പുറത്തേക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ പവിത്ര അതോടൊപ്പം ദീപക് പോകുമോ അരുൺ പോകുമോ എന്നതിനെ കുറിച്ച് നമുക്ക് ഇതുവരെയും ഒരു ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. കാരണം വളരെ ചെറിയ വോട്ടിന്റെ ഡിഫറൻസ് മാത്രമേ ഇവരെല്ലാവരും തമ്മിലുള്ളൂ. അപ്പം അവസാന നിമിഷം എന്ത് സംഭവിക്കുക, അവസാന വോട്ടിങ്ങിൽ അല്ലെങ്കിൽ അവസാന സമയത്ത് എത്ര വോട്ടുകൾ മറിയുമെന്നൊന്നും നമുക്ക് ഒരു ഐഡിയയുമില്ല. അപ്പം നമ്മുടെ പവിത്ര ഏകദേശം നമുക്ക് ഈ ഒരാഴ്ച എവിക്ഷൻ നടത്തുവാണെന്നുണ്ടെങ്കിൽ, കാരണം എവിക്ഷൻ ചിലപ്പോൾ നടത്താനും നടത്താതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോൾ സിംഗിൾ എവിഷനിൽ ഒതുക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതുവരെയും മണി ബോക്സും മിഡ് വീക്ക് എവിഷനും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു വീക്കിലേക്ക് 2 എവിക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു മിഡ് വീക്ക് എവിഷനോ നടത്താനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ബിഗ് ബോസിന്റെ കയ്യിലുള്ളൂ. മണി ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിഡ് വീക്ക് എവിഷൻ നടത്താൻ സാധിക്കത്തില്ല. അപ്പം ഒന്നെങ്കിൽ സിംഗിൾ എവിക്ഷനിൽ ഒതുക്കും. അപ്പം മണി ബോക്സും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച 2 എവിക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള കണ്ടസ്റ്റൻസ് ഇല്ലാതെ പോകും. ഒരു റീപ്ലേസ്മെന്റ് കണ്ടസ്റ്റൻസ് തമ്മിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു കണ്ടസ്റ്റൻസിന്റെ എണ്ണം ഉണ്ടാകത്തുള്ളൂ അടുത്ത ആഴ്ചത്തേക്ക് മണി ബോക്സ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരാഴ്ചത്തെ എവിക്ഷന്റെ കാര്യം എന്തായിരിക്കും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു ട്വിസ്റ്റ്, ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് തന്നെ ഉണ്ടായേക്കാം ഈ ഒരു ആഴ്ച. ചിലപ്പോൾ ഒരു എവിക്ഷൻ നടത്തി 1-2 കണ്ടസ്റ്റൻസിന്റെ റീപ്ലേസ്മെന്റ് ഉണ്ടായേക്കാം. അപ്പം നമുക്ക് നോക്കാം. എന്താണെങ്കിലും ആണ് ബിഗ് ബോസ് ഈ ഒരാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഫിനാലെ വീക്ക് ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിലവിലെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എവിക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, സിംഗിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പവിത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പുറത്തേക്ക് പോകാൻ. അതുപോലെ തന്നെ ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അരുൺ അതുപോലെ തന്നെ ദീപകിനും സാധ്യതകളുണ്ട്. ചിലപ്പോൾ വിശാലും ആ ഒരു പൊസിഷനിലേക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ജാക്വലിനും ആ ഒരു പൊസിഷനിലേക്ക് വന്നേക്കാം. കാരണം ഇവരൊക്കെ തമ്മിൽ വളരെ ചെറിയൊരു വോട്ടിന്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ആരായിരിക്കുമെന്ന്. ആഫ്റ്റർനൂണോട് കൂടി എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എവിക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അപ്പം നിങ്ങളും കമന്റിൽ അറിയിക്കുക ആരായിരിക്കും ഈ ഒരാഴ്ച പുറത്തേക്ക് പോകുന്നത്, ആർക്കാണ് നിങ്ങളൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നത്. മലയാളി ഓഡിയൻസ് ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക പുറത്തേക്ക് പോകുന്നത് ആരായിരിക്കുമെന്ന്. അതിനെക്കുറിച്ച് അപ്ഡേറ്റുകൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇടുന്നതായിരിക്കും.